ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണേ. എന്നും പറയുമല്ലോ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പം നോക്കാം കേട്ടോ. അതായത് വൈകിട്ടത്തെ ചായക്കൊക്കെ ആയിട്ടൊരു കുഞ്ഞിക്കടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് വഴുതനങ്ങയാണ്. സാധാരണ നമ്മൾ വഴുതനങ്ങ കറി വെക്കാനൊക്കെയല്ലേ ഉപയോഗിക്കാറ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. അതിനെ നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കീറിയെടുക്കാം. അപ്പോൾ അതിനെ കീറിയെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുഴു എന്നും പറഞ്ഞുകൊണ്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം പറഞ്ഞ പോലെ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പീസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അതിനെ ഒന്ന് ബജിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേസൻ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് മുളക് പൊടി ഇത്തിരി ഇട്ടിട്ടുള്ളൂ, അത് എരിവിന് ആവശ്യത്തിനാവാം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയമോദ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വന്നപ്പോഴാണ് ഓർത്തത്, ഇനിയിപ്പം നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, രതീഷ് എഴുന്നേക്ക് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബോളി അതായത് പഴംപൊരിയില്ലേ, അതിങ്ങനെ കിടക്കുന്ന പോലെ കിടന്നെങ്കിലും എന്ന് ഓർത്തുകൊണ്ട് ഇത്തിരി അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ പീസാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങയെ ബട്ടറിൽ മുക്കിയിട്ട് ഓരോ തവണയും നമ്മളെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസൻ പൗഡർ ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഈ വഴുതനങ്ങ നമ്മൾ ചെത്തുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ പുറത്തെ തൊലി ഒന്ന് ചെത്തി കളഞ്ഞെന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചെത്തി കളയണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ തവണയും നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പോയിട്ട് പ്രത്യേകിച്ചൊരു രുചി എന്ന് പറയാനായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ വഴുതനങ്ങയുടെ ഏകദേശം രുചി നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ബാറ്റർ എങ്ങനെയാണോ മിക്സ് ചെയ്യുന്നത്, അതായത് നമ്മൾ എരിവ്, അതുപോലെ തന്നെ ഗരം മസാല ചേർക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇത്തിരി സോസും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ വൈകിട്ടത്തെ ചായക്കും കാപ്പിക്കും ഒക്കെ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞു കടിയായിട്ട് ഇരിക്കും. അത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കല്ലേ. ടാറ്റാ.